ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് എന്ന കോൺസെപ്റ്റാണ്. സോ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റാണ് മൈക്രോ സ്മോൾ എൻ്റർപ്രൈസസ്. സോ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെയും ഡെവലപ്പിൻ്റെയും റീജിയണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും കൂടുതലായിട്ട് മുൻതൂക്കം കൊടുക്കുന്ന ഒരു സെഗ്മെൻറ്റ് കൂടിയാണ് മൈക്രോ സ്മോൾ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ കുറച്ച് കാലത്തോടായിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ പല ചെറുകിട കമ്പനികൾ ചെറുകിട ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മളെ മൈക്രോ സ്മോൾ എൻ്റർപ്രൈസിൻ്റെ കീഴിലാണ് വരാറ്. സോ എങ്ങനെയാണ് നമുക്ക് ഒരു മൈക്രോ സ്മോൾ എൻ്റർപ്രൈസസിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക നോക്കാം. സോ മൈക്രോ സ്മോൾ എൻ്റർപ്രൈസസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് മെഷീനറീസ്. അപ്പോൾ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റും മെഷീനറീസും 25 ലക്ഷത്തിൻ്റെ താഴെയാണെങ്കിൽ അതിന് നമ്മളെന്ത് പറയും? മൈക്രോ എൻ്റർപ്രൈസസ് എന്ന് പറയും. ഇൻ കേസ് ഓഫ് മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസിൽ, മാനുഫാക്ചറിങ്ങിലാണെങ്കിൽ അതിൻ്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ മെഷീനറീസും 25 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ നമ്മളെന്ത് പറയും? മൈക്രോ എൻ്റർപ്രൈസസ് എന്നും പറയും. ദെൻ ഇഫ് നമ്മളതിൻ്റെ എൻ്റർപ്രൈസസിൻ്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ മെഷീനറീസും 25 ലക്ഷം മുതൽ 5 കോടി വരെയാണെങ്കിൽ അതിൽ നമ്മൾ സ്മോൾ എൻ്റർപ്രൈസസ് എന്ന് പറയും. ഇനി ആ എൻ്റർപ്രൈസസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ 5 കോടി മുതൽ 10 കോടി വരെയാണെങ്കിൽ അതിനെ നമ്മൾ മീഡിയം എൻ്റർപ്രൈസസ് എന്ന് പറയും. ഇത് മാനുഫാക്ചറിങ്ങിൻ്റെ കേസിലാണ്. ദെൻ ഇൻ കേസ് ഓഫ് സർവീസിൻ്റെ കേസിൽ കുറച്ച് ഡിഫറെൻറ്റാണ്. കാരണം ക്യാപിറ്റൽ എമൗണ്ട് അത്രത്തോളം വേണ്ട ആവശ്യമില്ലാത്തൊരു സ്ഥലമാണ് സർവീസസിൻ്റെ കേസ്. സോ സർവീസിൽ നമുക്ക് വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റും മെഷീനറീസും 10 ലക്ഷം വരെ ആണെങ്കിൽ ഡസ് നോട്ട് എക്സീഡ് 10 lakhs, അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് മൈക്രോ എൻ്റർപ്രൈസസ് എന്ന് പറയാം. ഇഫ് ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് മെഷീനറി ഡസ് എക്സീഡ് 10 lakhs ബട്ട് ഡസ് നോട്ട് എക്സീഡ് 2 crores, അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ പറയും സ്മോൾ എൻ്റർപ്രൈസസ് എന്ന് പറയും. ദെൻ ഇഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് മെഷീനറീസ് എക്സീഡ് 2 crores ബട്ട് ഡസ് നോട്ട് എക്സീഡ് 5 crores ആണെങ്കിൽ നമ്മളതിനെ മീഡിയം എൻ്റർപ്രൈസസ് എന്ന് പറയും. അടുത്ത നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് MSMEs. സോ നമുക്ക് ജനറലി പറയുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഇറ്റ് വിൽ ബി ഓൺ ആൻഡ് ഓർഗനൈസ്ഡ് ബൈ ദി ഇൻഡിവിജ്വൽ എൻ്റർപ്രണേഴ്സ്. അപ്പോൾ ചിലപ്പോൾ ഇൻഡിവിജ്വൽ എൻ്റർപ്രണേഴ്സ്, ചിലപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ കൂടി ചേർന്നിട്ടുള്ള ഒരു എൻ്റർപ്രൈസസ് ആവും. ഇറ്റ് ഡിപ്പെൻഡ്സ് ആണ്. സോ ദേ റിക്വയർ ലെസ് ക്യാപിറ്റൽ, കുറഞ്ഞ ക്യാപിറ്റൽ മതി. കമ്പയർഡ് ടു എനി അതർ ബിസിനസ് ഇറ്റ് ഡസ് റിക്വയർ ഓൺലി ലെസ് ക്യാപിറ്റൽ ആൻഡ് ദേ ആർ ഫണ്ടമെൻ്റലി ലേബർ ഇൻറ്റൻസീവ്. അപ്പോൾ അധികം നോക്കുന്ന ലേബർ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജോലിക്കാരാണ് അവിടെ ഉണ്ടാവുക, അല്ലാതെ മെഷീനറീസ് അല്ല. ഒരു ചെറിയ മെഷീനറീസൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താവുക മെഷീനറീസ് അല്ല, ജോലിക്കാരാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ചെറുകിട ടൈലറിങ് ഷോപ്പുകൾ അല്ലെങ്കിൽ ചെറുകിട ഗാർമെൻറ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ അധികം ആൾക്കാർ എന്താണ്? വർക്കേഴ്സാണ്. തുണി വെട്ടാൻ ഒരാൾ, അടിക്കാൻ ഒരാൾ, അയൺ ചെയ്യാൻ, പാക്കിങ് ചെയ്യാൻ ആൾ. അപ്പോൾ ഒക്കെ ലേബർ ഇൻറ്റൻസീവാണ് ഈ മൈക്രോ സ്മോൾ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ഇൻവോൾവ് യൂസ് ഓഫ് സിമ്പിൾ ടെക്നോളജി. അപ്പോൾ സിമ്പിൾ ടെക്നോളജീസാണ് അവരധികം ഉപയോഗിക്കുക. അല്ല അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലേബർ ഇൻറ്റൻസീവ് മാറിയിട്ട് അത് മെഷീനറി ഇൻറ്റൻസീവിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ദേ കാറ്റർ ഇൻഡിവിജ്വൽ ടേസ്റ്റ് ആൻഡ് ഫാഷൻ ആൻഡ് റെൻഡർ ദി പേഴ്സണലൈസ്ഡ് സർവീസ് ടു കസ്റ്റമേഴ്സ്. അപ്പോൾ അധികം ചെറുകിട കാര്യങ്ങളായി തന്നെ ചെറുകിട ബിസിനസ്സാണ്. അതുപോലെ തന്നെ നമ്മളെ ഓരോ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിന് അനുസരിച്ചുള്ള കമ്മോഡിറ്റീസ് റെൻഡർ ചെയ്ത് കൊടുക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? MSMEസിന് ഉണ്ട്. ദെൻ ഹൈലി ലോക്കലൈസ്ഡ് ആണ്. അപ്പോൾ ഒരു MSMEസിലെ റിസോഴ്സസ് ഒക്കെ പറഞ്ഞാൽ ആ നാട്ടിൽ കിട്ടാൻ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസുകൾ വെച്ചിട്ടാണ് MSMEs സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഉദാഹരണം ലേബേഴ്സ് എന്ന് വെച്ചാൽ അവർ ഹൈലി സ്കിൽഡ് ലേബേഴ്സിന് പറയുന്നത് ആ നാട്ടിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ലേബേഴ്സിനെ വെച്ചിട്ടാണ് ആ ഓർഗനൈസേഷൻ കൊണ്ടെടുക്കുന്നത്. ആൻഡ് ദേ ആർ എലിജിബിൾ ഫോർ ദി ഗവൺമെൻറ് അസിസ്റ്റൻസ്. അപ്പോൾ അവർക്ക് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നുള്ള അസിസ്റ്റൻസ് കിട്ടാനുള്ള അവകാശമുണ്ട്, റൈറ്റ്സ് ഉണ്ട്. ആൻഡ് ദേ ആർ ഫ്ലെക്സിബിൾ ടു ലാർജ് എക്സ്റ്റെൻറ്റ് ആൻഡ് ദേ ആർ മോർ സബ്സ്റ്റൈനബിൾ ടു ചേഞ്ചസ്, ഹൈലി റിയാക്റ്റീവ് ആൻഡ് റിസപ്റ്റീവ് ടു സോഷ്യൽ എക്കോണമിക് കണ്ടീഷൻസ്. അപ്പോൾ ആ നാട്ടിലുണ്ടാകുന്നതും അതുപോലെ തന്നെ നമ്മുടെ എക്കോണമിയിൽ ഉണ്ടാകുന്നതും ഒക്കെ മാറ്റങ്ങൾക്കെതിരെ കൂടുതലായിട്ടും ഇവർക്ക് റിയാക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സെഗ്മെൻറ്റും കൂടിയാണ് MSMEs എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ ഫ്രീ ഫ്രം ദി റെഡ് ടാപ്പീസ് ആൻഡ് ബ്യൂറോക്രാറ്റ് ആൻഡ് ദി ക്യാപ്സ്. അതായത് നിയമത്തിൻ്റെ ഇതുണ്ടല്ലോ,
ചുവപ്പ് നാടയിൽ നിന്ന് കുടുങ്ങാതിരിക്കാനുള്ള ഒരു കഴിവും കൂടി ആർക്കുണ്ട്, നമ്മുടെ MSMEസിന് ഉണ്ട്. ആൻഡ് കമ്പയർ ടു ലാർജ് യൂണിറ്റ്സ് MSMEs ഹാവ് ലെസ്സർ ഗസ്റ്റേഷൻ പീരിയഡ്, ദ പീരിയഡ് ആഫ്റ്റർ വിച്ച് ദി ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ടഡ്. ഈ ഗസ്റ്റേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം അതിന് റിട്ടേൺ കിട്ടുന്ന സമയമാണ് ഗസ്റ്റേഷൻ പീരീഡ്. അപ്പോൾ ആ പീരീഡ് എന്താണ്, ഈ MSMEസിന് വളരെയധികം കുറവാണ്. നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് അതിലേക്കുള്ള റിട്ടേൺസ് കിട്ടാൻ എളുപ്പമാണ്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് MSMEസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് എങ്ങനെയായാലും നമ്മുടെ ഇന്ത്യയിൽ തന്നെ MSMEs കോൺസെപ്റ്റ് കൊണ്ടുവരാൻ കാരണം മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. സോ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് MSMEs സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ടു പ്രൊവൈഡ് പ്രൊഡക്ഷൻ ഓഫ് ലാർജ് വെറൈറ്റി ഓഫ് ഗുഡ്സ്, എസ്പെഷ്യലി കൺസ്യൂമർ ഗുഡ്സ് ത്രൂ ദി ലേബർ ഇൻറ്റൻസീവ് മെത്തേഡ്. അപ്പോൾ ലേബർ ഇൻറ്റൻസീവ് മെത്തേഡ് വഴി കൂടുതൽ കൺസ്യൂമർ ഗുഡ്സ് എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സിന് എത്തിക്കാനും ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ടു ബ്രിങ് ബാക്ക്വേർഡ് ഏരിയ ടു മെയിൻ സ്ട്രീം ഓഫ് നാഷണൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ കുഗ്രാമങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഈ MSMEs ഒക്കെ വന്നിട്ട് അവിടുത്തെ ആൾക്കാർക്ക് ഡെവലപ്മെൻറ്റ് വന്നിട്ട് അവർക്ക് ഒരു ഡെവലപ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് MSMEs എന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ടു പ്രൊവൈഡ് ദി ലെവൽ ഓഫ് ടു ഇംപ്രൂവ് ദി ലെവൽ ഓഫ് ലിവിങ് ഓഫ് പീപ്പിൾ ഇൻ ദി കൺട്രി. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് വർദ്ധിക്കാനും ഇത് ശ്രമിക്കുന്നുണ്ട്. ടു ക്രിയേറ്റ് ക്ലൈമറ്റ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് സെൽഫ് എംപ്ലോയീഡ് എക്സ്പേർട്ട് പ്രൊഫഷണൽ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസ്. അപ്പോൾ ഒരു നല്ലൊരു ക്ലൈമറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ടു പ്രൊവൈഡ് എ ഗുഡ് ക്ലൈമറ്റ് ഫോർ ദി നമ്മുടെ നാട്ടിലെ സെൽഫ് എംപ്ലോയിഡ് ആൾക്കാർക്കും അതുപോലെ ഓൺട്രപ്രണേഴ്സിന് പ്രൊഫഷണൽസിന് ഇവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് MSMEസിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ്. ആൻഡ് ടു എൻഷുർ ദി എക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരു സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ വികസനം. ഇപ്പോൾ ഉദാഹരണം കൊച്ചി അല്ലെങ്കിൽ ചെന്നൈ, ബാംഗ്ലൂർ, ഇവിടെയൊക്കെ നല്ല വികസനമുണ്ട്. പക്ഷേ റൂറൽ ഏരിയ വയനാട്, ഇടുക്കിയിലൊന്നും വലിയ വികസനമില്ല. അപ്പോൾ MSMEസിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, രാജ്യത്തെ എല്ലാ സ്ഥലത്തും ഒരേപോലത്തെ വികസനങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാൻ പറ്റും. ടു എൻഷുർ ദി ബാലൻസ് ഓഫ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. നേരത്തെ പറഞ്ഞാൽ തന്നെ സെയിം സാധനം തന്നെയാണ്. അതായത് നമ്മുടെ നാട്ടിലെ എല്ലാ കുഗ്രാമങ്ങളും അതുപോലെ ഡെവലപ്ഡ് സിറ്റീസും ഒരേ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ടു എൻകറേജ് അഡോപ്ഷൻ ഓഫ് മോഡേൺ ടെക്നോളജി ഇൻ ദി അൺഓർഗനൈസ്ഡ് ട്രഡീഷണൽ സെക്ടേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. അപ്പോൾ നമ്മുടെ നാട്ടിൽ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിലൊക്കെ മോഡേൺ ടെക്നോളജികൾ കൊണ്ടുവരാനും MSMEസിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ദെൻ റൂൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് MSMEs ഇൻ ദി ഡെവലപ്പിംഗ് കൺട്രീസ്. അപ്പോൾ MSMEസിൻ്റെ റോൾ എന്താണ് ഒരു ഡെവലപ്പിംഗ് കൺട്രീസിൽ എന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇതിൻ്റെ ഒബ്ജക്റ്റീവും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഫസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. രാജ്യത്ത് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് MSMEസിൻ്റെ റൂൾസ് എന്ന് പറയുന്നത്. ദെൻ എക്കോണമിക് യൂസ് ഓഫ് ക്യാപിറ്റൽ. നമുക്കറിയാം MSMEs need relatively small amount of capital, hence it is suitable to country like India where the capital is deficient. സോ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമുക്ക് ക്യാപിറ്റൽ ഡിഫിഷ്യൻസി ഉള്ള നാടാണ്. സോ MSMEs എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസ് റിക്വയർ സ്മോൾ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ടു സ്റ്റാർട്ടപ്പ്. അപ്പോൾ കുറഞ്ഞ എമൗണ്ടിൽ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് MSMEs. അപ്പോൾ ക്യാപിറ്റൽ ഡിഫിഷ്യൻസീസ് ഉള്ള കൺട്രിയായി നമ്മളെ രാജ്യത്തിന് എന്ത് പറ്റും, ആ കുറഞ്ഞ പൈസക്ക് പുതിയ സംരംഭങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പ്ലസ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, വി ഗോട്ട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ദെൻ ബാലൻസ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. നമ്മുടെ രാജ്യത്തിൻ്റെ കുഗ്രാമങ്ങളും സിറ്റികളും അത് മെട്രോപോളിറ്റൻ സിറ്റികളും ഒരേപോലെ വർദ്ധിക്കാൻ, ഒരേപോലെ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന സംഭവമാണ് MSMEs. സോ അധികം MSMEs എവിടെ ഉണ്ടാവുക, ലോക്കൽ വില്ലേജുകളിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആ വില്ലേജിൻ്റെ ഡെവലപ്മെൻറ്റ്, ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ജ്യൂസ് കട തുടങ്ങി, അല്ലെങ്കിൽ ജ്യൂസ് കമ്പനി. ആ ജ്യൂസ് കമ്പനിക്ക് എത്ര ഉണ്ട്, ഒരു 10-20 ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ സഹായിച്ചു. ദെൻ ഞങ്ങളുടെ നാട്ടിൽ തന്നെ മറ്റൊന്നാണ് ഒരു അരിപ്പൊടി കച്ചവടം. പുഞ്ച അരിപ്പൊടി അല്ലെങ്കിൽ പുഞ്ച ഫ്ലവർ മിൽ സ്റ്റാർട്ട് ചെയ്ത് അവർക്കൊരു 10-200 ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ സഹായിച്ചു, പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതി തന്നെയാണ്. അപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ക്യാഷ് ഉണ്ടോ, ക്യാഷ് ഉണ്ടെങ്കിൽ ആൾക്കാർ ഓട്ടോമാറ്റിക് ഡെവലപ്മെൻറ്റും ലിവിങ് സ്റ്റാൻഡേർഡും വർദ്ധിക്കും. സോ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. നമ്മൾ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ എല്ലാ പൈസയും ഒരാളെ കയ്യിൽ, ഒരാളാണ് നമ്മുടെ രാജ്യത്തെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ അദാനി ആയാലും അംബാനി ആയാലും ഇവരൊക്കെ ക്യാപിറ്റലിസ്റ്റ് ആൾക്കാരാണ്. സോ അവരാണ് നമ്മൾ 80% ഇന്ത്യയെ കൺട്രോൾ ചെയ്യുന്നത്. 20% ക്യാപിറ്റലിസ്റ്റുകളാണ്, 80% ഇന്ത്യയെ
കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും എന്ത് വേണം, ഒരു ക്യാപിറ്റൽ ഫോർമേഷൻ മീൻസ് വേണം. അപ്പോൾ എല്ലാവർക്കും വികസനം വേണമെങ്കിൽ അവരും എന്ത് ചെയ്യണം, MSME സ്റ്റാർട്ട് ചെയ്തിട്ട് ദേ ഹാവ് ടു ബി എൻട്രപ്രണർ, ദേ ഹാവ് ടു ഗെറ്റ് മണി ഫ്രം ദി ബിസിനസ്. ദെൻ ലിവിങ് സ്റ്റാൻഡേർഡ് വർദ്ധിക്കാൻ സഹായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ജോലി ഉണ്ടെങ്കിലും നല്ല ഇൻകം കിട്ടുള്ളൂ, നല്ല ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ഹയർ എഡ്യൂക്കേഷൻ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ പർച്ചേസിങ് പവറൊക്കെ വർദ്ധിക്കും, നമുക്ക് ലിവിങ് സ്റ്റാൻഡേർഡ് വർദ്ധിക്കും. സോ മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ് മീൻസ് നമ്മുടെ നാട്ടിലെ ചെറിയ ടൗണുകൾ, ചെറിയ വില്ലേജുകളിലെ ആൾക്കാരുടെ സേവിങ്സ് ഹാബിറ്റും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റും വർദ്ധിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ MSMEs കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അധികം നമ്മുടെ നാട്ടിലൊക്കെ കുറേ ഗൾഫിൽ നിന്നൊക്കെ വന്ന ആൾക്കാരുണ്ടാവും, അവരുടെ കയ്യിൽ കുറേ ഐഡിയലായിട്ടുള്ള പൈസ ഉണ്ടാവും. ആ ഐഡിയലായിട്ടുള്ള പൈസ എന്ത് ചെയ്യണം, അവർ MSMEയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അതിന് നാട്ടിലെ ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യും, ജോബ് ഓപ്പർച്യൂണിറ്റിയും കിട്ടുന്നതാണ്. ദെൻ സിമ്പിൾ ടെക്നോളജീസ്, അധികം MSMEs എങ്ങനെ ഉപയോഗിക്കുന്നത്, ദേ വിൽ യൂസ് ദി സിമ്പിൾ ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ ദാറ്റ് ക്യാൻ ബി അഡോപ്റ്റഡ് മോർ ഈസിലി ബൈ ദി MSMEs വിതൗട്ട് മച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ നാട്ടിലുണ്ടാകുന്ന ഇപ്പോൾ പാത്രം ഉണ്ടാക്കുന്ന MSMEs ഗ്രൂപ്പായാലും അവർ ഉപയോഗിക്കുന്ന ടെക്നോളജിയൊക്കെ വളരെ സിമ്പിളാണ്. ആൻഡ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് വെരി ലോ. ദെൻ ലെസ് ഡിപ്പെൻഡ്സ് ഓൺ ഫോറിൻ ക്യാപിറ്റൽ. MSMEസിന് അധികം ചെറിയ ക്യാപിറ്റൽ മതിയായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫോറിൻ ക്യാപിറ്റൽ അല്ലെങ്കിൽ നമുക്ക് വേൾഡ് ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒന്നും ഒരു സഹായം ഇല്ലാതെ തന്നെ നമ്മളെ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ദെൻ പ്രൊമോഷൻ ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ആൾക്കാർ ഒരു ജോലിക്ക് വേണ്ടിയിട്ട്, സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ പ്രൈവറ്റ് ജോലിക്ക് വേണ്ടിയിട്ട് നട്ടോട്ടോടന്ന് പകരം ചെയ്യുക, ലെറ്റ് ദം ഡു ദെയർ ഓൺ ബിസിനസ്. അവരവരുടെ സ്വന്തം ബിസിനസ്, അവരുടെ കഴിവനുസരിച്ച് അവർക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവരാനാണ് MSMEs പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെ. ദെൻ സ്റ്റെപ്പ് ഫോർ സ്റ്റാർട്ടിങ് MSMEs. അപ്പോൾ നമ്മളെ നാട്ടിൽ ഒരു ബിസിനസ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വി നീഡ് ടു സ്കാൻ അവർ എൻവയോൺമെൻറ്റ്. നമ്മളെ സൊസൈറ്റി നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുക, എന്താണ് ആൾക്കാർക്ക് ആവശ്യം, എന്തൊക്കെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ ആ എക്കോണമി അല്ലെങ്കിൽ ആ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന്. സോ ബൈ സ്കാനിങ് ഓഫ് ദി ബിസിനസ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ബൈ സ്കാനിങ് ദി ടോട്ടൽ എൻവയോൺമെൻറ്റ് വി വിൽ ഗെറ്റ് സം ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ കണ്ടെത്തിയ ഓപ്പർച്യൂണിറ്റി നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ദെൻ എന്തൊക്കെ പ്രൊഡക്റ്റാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് പ്രൊഡക്റ്റാണ് സെലക്ട് ചെയ്യേണ്ടത്. സോ സെലക്ഷൻ ഓഫ് പ്രൊഡക്ട്സ്. ദെൻ സെലക്ഷൻ ഓഫ് ഓണർഷിപ്പ്. സെലക്ഷൻ ഓഫ് ഓണർഷിപ്പ് എന്നാൽ ഒരു കമ്പനി നമുക്ക് 3-4 രീതിയിൽ തുടങ്ങാം. ഒന്ന് പാർട്ട്ണർഷിപ്പ് രീതിയിൽ തുടങ്ങാം, ഒന്നല്ലെങ്കിൽ സോൾ ട്രേഡിൽ തുടങ്ങാം, അതല്ലെങ്കിൽ ജോയിൻ ഇൻ ടു ഫാമിലി രീതിയിൽ തുടങ്ങാം, അങ്ങനെ കോർപ്പറേറ്റ് സൊസൈറ്റി രീതിയിൽ തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഫോംസ് ഓഫ് ഓണർഷിപ്സ്. സോൾ ട്രേഡ് ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഉണ്ട്, ജോയിൻ ഇൻ ടു ഫാമിലി ഉണ്ട്, കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്, ആൻഡ് കമ്പനി ഉണ്ട്. അപ്പോൾ ഈ 3-4 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു MSMEs സ്റ്റാർട്ടപ്പ് ചെയ്യാം. ദെൻ ഡിസൈനിങ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ മീൻസ് ഹൗ മച്ച് മണി വി നീഡ് ടു ബോറോ ഫ്രം ദി ബാങ്ക്, ഹൗ മച്ച് മണി വി ഹാവ് ടു ബ്രിങ് ഫോർ ദി കമ്പനി. നമ്മൾ ഈ ഒരു MSMEs നമ്മളെ പോക്കറ്റിൽ നിന്ന് എത്ര രൂപ കൊണ്ടുവരണം, അതുപോലെ എത്ര രൂപ ലോൺ എടുക്കേണ്ടി വരും, അതിന് പറഞ്ഞപ്പോഴാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈനിങ് എന്ന് പറയുന്നത്. ദെൻ അക്വയറിങ് ദി മാനുഫാക്ചറിങ് നോ ഹൗ ടു നോ. ആൻഡ് ശരിക്കും നോ ഹൗ ടെക്നോളജീസൊക്കെ നമ്മൾ കൊണ്ടുവരാം. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോം ചെയ്തതിന് ശേഷം നമ്മളിത് എങ്ങനെ ഈ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഈ ബിസിനസ് മീൻസ് അതിന് എന്തൊക്കെ ടെക്നോളജീസ് വേണം, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് അക്വയറിങ് ദി മാനുഫാക്ചറിങ് നോ ഹൗ ഓർ ടെക്നോളജി. ദെൻ പ്രിപ്പറേഷൻ ഓഫ് പ്രോജക്റ്റ് റിപ്പോർട്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ പ്രപ്പോസൽ എന്ന് പറയും, പ്രോജക്റ്റ് പ്രപ്പോസൽ എന്ന് പറയും. ദെൻ ആ പ്രൊജക്റ്റ് റിപ്പോർട്ട് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു രജിസ്റ്റർ അവർ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്കോയിലൊക്കെ പോയിട്ട് ഡിസ്ട്രിക്റ്റ് ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു രജിസ്ട്രേഷന് കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊവിഷണൽ രജിസ്ട്രേഷനാണ്. അപ്പോൾ അതിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 1 വർഷത്തേക്കുള്ള കാലാവധിയാണ്. പിന്നെ 3 തവണ നമുക്ക് എന്ത് ചെയ്യാം, 6 മാസത്തേക്കുള്ള എക്സ്റ്റൻഷന് വാങ്ങാൻ പറ്റും. ഇപ്പോൾ ഇതെന്തിനാണ് ഈ പ്രൊഫഷണലായിട്ടുള്ള രജിസ്ട്രേഷൻ നടത്തുന്നത് വെച്ചാൽ, നമുക്ക് ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രി തുടങ്ങുന്നതിന് മുന്നേ തന്നെ കുറേ ലൈസൻസുകൾ എടുക്കാനുണ്ട്. അപ്പോൾ ആ ലൈസൻസിനൊക്കെ വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊഫഷണൽ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. ദെൻ ഒബ്റ്റെയിനിങ് ദി സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസ്. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസ് നോക്കാം.
ഫസ്റ്റത്തെ വെച്ചാൽ ലൈസൻസ് ഫ്രം ദി ലോക്കൽ ബോഡി. നമ്മളിപ്പോൾ ഒരു പഞ്ചായത്തിലാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഗെറ്റ് എ ലൈസൻസ് ഫ്രം ദി പഞ്ചായത്ത്. അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള ലൈസൻസ് കിട്ടണം. അതുപോലെ തന്നെ നമുക്ക് അവിടെ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലൈസൻസ് കിട്ടണം. നമ്മൾ ഒരു പടം കണ്ടല്ലോ മിഥുൻ എന്ന സിനിമയിൽ, അത് ഇന്നസെൻറ്റിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അവിടെ ഇലക്ട്രിക് എഞ്ചിനീയർ വന്നിട്ട് ചെക്ക് ചെയ്യുന്ന ബിസ്ക്കറ്റ് കമ്പനി. പക്ഷേ ഇന്നസെൻറ്റ് കുറച്ച് കാണിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ ലൈസൻസ് കിട്ടാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ദെൻ ലൈസൻസ് ഫ്രം ദി ഡയറക്ടേഴ്സ് ഓഫ് ഫാക്ടറി ആൻഡ് ബോയിലേഴ്സ്. അപ്പോൾ അവിടുന്ന് എന്ത് ചെയ്യും, നമുക്ക് ലൈസൻസ് കിട്ടേണ്ട അപ്രൂവൽ ഫ്രം ദി ഫാക്ടറി അപ്രൂവലാണ്, നല്ല ബിൽഡിംഗാണ് ഫാക്ടറിൻ്റെ, മീൻസ് ആ ഒരു ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഡസ്ട്രിയാണെന്ന് കാണിച്ചിട്ടുള്ള അപ്രൂവൽ വേണം. ദെൻ രജിസ്ട്രേഷൻ അണ്ടർ സെക്ഷൻ 6, 7 and 85 ഓഫ് ദി ഫാക്ടറി ആക്ട്. ആ ഫാക്ടറി ആക്ട് പ്രകാരമുള്ള കുറച്ച് രജിസ്ട്രേഷൻ കിട്ടണം. ദെൻ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഫ്രം ദി സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. അപ്പോൾ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ കയ്യിൽ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണം. ഈ നമ്മളെ ഈ ബിസ്ക്കറ്റിംഗ് കമ്പനി അവിടെ തുടങ്ങുകയാണെങ്കിൽ ആ നാടിന് ഒരു പ്രോബ്ലം ഉണ്ടാകാൻ പോകുന്നില്ല രീതിയിലുള്ളൊരു സർട്ടിഫിക്കറ്റ് കിട്ടണം. അപ്പോൾ ഇത് കിട്ടിയതിന് ശേഷം നമുക്ക് വി ക്യാൻ അപ്ലൈ ഫോർ ദി പവർ കണക്ഷൻ. KSEBയിൽ പോയിട്ട് നമുക്ക് പവർ കണക്ഷന് അപേക്ഷ നൽകാം. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിനാൻസ് അറേഞ്ച് ചെയ്യണം. അപ്പോൾ 2 തരത്തിലുള്ള ഫിനാൻസ് നമുക്ക് വേണ്ട. ഫിക്സഡ് അസറ്റ് വാങ്ങാനുള്ള ഫിനാൻസും വേണം, ദെൻ കറണ്ട് അസറ്റ്. അപ്പോൾ ഫിക്സഡ് അസറ്റ് എന്താണ്, അല്ലെങ്കിൽ ലോങ് ടേം ഫിനാൻസ് നമ്മൾ വെച്ചിട്ടാണ് ഫിക്സഡ് അസറ്റുകൾ വാങ്ങാൻ പോകുന്നത്. ലോങ് ടേം ഫിനാൻസ് പറഞ്ഞാൽ കുറേ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ഫിനാൻസ് സ്ട്രക്ചേഴ്സാണ് ലോങ് ടേം ഫിനാൻഷ്യൽ എന്ന് പറയുന്നത്. സോ ആ ഫിനാൻഷ്യൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വി നീഡ് ടു ബൈ അവർ ലാൻഡ് ആൻഡ് ബിൽഡിങ്സ് ആൻഡ് പ്ലാൻസ്, മെഷീനറീസ്. ഒരിക്കലും ഷോർട്ട് ടേം അല്ലെങ്കിൽ കറണ്ട് അസറ്റ് വെച്ചിട്ട് നമ്മളൊരിക്കലും ലോങ് ടേം അസറ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പാടില്ല. ദെൻ ഷോർട്ട് ടേം ഫിനാൻസ് നമ്മളെ വർക്കിംഗ് ക്യാപിറ്റലിന് ആവശ്യമായി, അതായത് ഡേ ടു ഡേ ഓപ്പറേഷൻ ആവശ്യമുള്ള ഫണ്ടാണ് കറണ്ട് അസറ്റ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് അസറ്റ്സ് ആർ എസെൻഷ്യൽ ഫോർ ദി ഡേ ടു ഡേ വർക്കിംഗ് ഫോർ ദി ഇൻഡസ്ട്രീസ്. ദെൻ പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ ചെയ്യണം. സോ രജിസ്ട്രേഷൻ ഉണ്ടത് ദെൻ നമ്മൾ രജിസ്ട്രേഷൻ ഉണ്ടത് സെയിൽസ് ടാക്സ് ഒന്ന് പണ്ടേ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒക്കെ മാറ്റി നമ്മൾ ആകുന്നുള്ളൂ GST എന്ത് ചെയ്യണം, നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ദെൻ installation of machineries, we need to install our machineries in the plant. Then record the manpower, we need to record manpower for the working our enterprises. നമ്മൾ കമ്പനി കൊണ്ട് നടക്കാൻ പറ്റുന്ന എംപ്ലോയീസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, റിക്രൂട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ദെൻ പ്രൊക്യൂർമെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, വി നീഡ് ടു അപ്ലൈ ഫോർ ദി പെർമനൻറ്റ് രജിസ്ട്രേഷൻസ്. അപ്പോൾ ആ DIC പറഞ്ഞാൽ ഡിസ്ട്രിക്റ്റ് ഇൻഡസ്ട്രി കോർപ്പറേഷൻ അല്ലെങ്കിൽ അതിലൊക്കെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കമ്പനി അല്ലെങ്കിൽ നമ്മളെ MSMEs പെർമനൻ്റായിട്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ MSMEസിൻ്റെ ടോട്ടൽ സ്റ്റെപ്പ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രൊസീജിയർ കഴിയുന്നുള്ളൂ.